യേശുവിൽ എനിക്കത്രയും പ്രിയങ്കരായ അഭിവന്യ പിതാക്കന്മാരെ, സ്നേഹം നിറഞ്ഞ വൈദിക സഹോദരന്മാരെ, പ്രിയപ്പെട്ട സന്യസ്തരെ, കോവളം MLA എൻ്റെ പ്രിയ സ്നേഹിതൻ ശ്രീ M. വിൻസെൻ്റ്, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകരെ, പ്രിയ സ്നേഹിതരെ, ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 31-ാം അധ്യായം 3-ൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്. കർത്താവിൻ്റെ ഈ സ്നേഹം ആവോളം അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. സന്തോഷത്തിൻ്റെയും സങ്കടത്തിൻ്റെയും നിമിഷങ്ങളിൽ വ്യവസ്ഥകളില്ലാതെ അവിടുന്ന് എന്നെ സ്നേഹിച്ചു. ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ മുഖം എന്നും കാണാൻ എനിക്ക് കഴിഞ്ഞു. അവിടുന്ന് എനിക്ക് നൽകിയ ഏറ്റവും വലിയ ദാനമാണ് പൗരോഹിത്യം. ഒരു വൈദികനെന്ന നിലയിൽ, ഒരു അജപാലകനായി വിവിധ ശുശ്രൂഷ മേഖലകളിൽ പ്രവർത്തിക്കാൻ എനിക്ക് സാധിച്ചു. ഇപ്പോഴിതാ നമ്മുടെ രൂപതാധ്യക്ഷൻ അഭിവന്യ വിൻസെൻ്റ് സാമുവൽ പിതാവിൻ്റെ സഹായിയായി, ഒരു സഹമിത്രാനായി ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ രൂപതയെ ശക്തമായ നേതൃത്വത്തിലൂടെ നമ്മുടെ പിതാവ് വളർത്തി. വൈദികരുടെയും സന്യസ്തരുടെയും അൽമായ നേതൃത്വത്തിൻ്റെയും സഹകരണത്തോടെ പിതാവ് ഈ രൂപതയെ നയിക്കുന്നു. ഈ പ്രവർത്തനങ്ങൾ ഊർജ്ജസ്വലമായി തുടരാൻ അഭിവന്യ പിതാവിനോടൊപ്പം ഒരു സഹായിയായി ഞാനുമുണ്ടാകും. ഈ ഉത്തരവാദിത്വം ശുശ്രൂഷ മനോഭാവത്തോടെ നിർവഹിക്കാൻ ഞാൻ പരിശ്രമിക്കും. ഈ രൂപതയിലെ പ്രിയപ്പെട്ട ദൈവജനത്തെ സ്നേഹപൂർവ്വം നയിക്കാൻ കർത്താവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. നിങ്ങളേവരുടെയും പ്രാർത്ഥനകൾ എനിക്ക് ഉണ്ടാകണം. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ശനിയാഴ്ച ഫെബ്രുവരി മാസം 1-ാം തീയതിയാണ് നമ്മുടെ അപ്പസ്തോലിക് നൻഷ്യോ ഹിസ് ഗ്രേസ് ലിയോപോൾഡോ ജെറേലി പിതാവ് എന്നെ വിളിച്ചത്. ഞാൻ ആ ദിവസം പഴയ ഇടവകയായ സെൻറ്റ് ഫ്രാൻസിസ് സേവിയർ തിരുപ്പുറത്തിൽ നിന്ന് പത്തനാവള സെൻറ്റ് ജോസഫ് ചർച്ചിൽ എത്തിയിട്ട് 7 ദിവസങ്ങൾ മാത്രമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ പിതാവിനെ വിളിച്ചപ്പോൾ അക്ഷരാർത്ഥത്തിൽ അമ്പരന്നു. ഞാനപ്പോൾ മറുപടിയൊന്നും പറഞ്ഞില്ല. ഞാൻ എപ്പോൾ വിളിക്കണമെന്ന് ചോദിച്ചു. അതനുസരിച്ചാണ് 1-ാം തീയതി വൈകി എന്നെ വിളിച്ചു. ഒത്തിരി നേരം സംസാരിച്ചു. എനിക്ക് ബലവും പ്രാർത്ഥന ആശംസയുമൊക്കെ അദ്ദേഹം നേർന്നു. അങ്ങനെയാണ് ഞാൻ നിയോഗിക്കപ്പെട്ടത്. പ്രിയപ്പെട്ടവരെ, ഈ അവസരത്തിൽ ഞാൻ കൂടുതലായി ഒന്നും പറയുന്നില്ല. ദൈവത്തിൻ്റെ സ്നേഹാനുഭവത്തിൽ എന്നുമായിരിക്കുവാൻ കഴിഞ്ഞ ഞാൻ, എന്നും അങ്ങനെ ആയിരിക്കുവാൻ എന്നെ എല്ലാവരും പ്രാർത്ഥനയിലൂടെയും സഹകരണത്തിലൂടെയും സഹായിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു. ഇത്ര പ്രൗഢഗംഭീരമായി ഇങ്ങനെയൊരു അനൗൺസ്മെൻറ്റിൻ്റെ ചടങ്ങ് നടക്കുമെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. പക്ഷേ ഈ അവസരത്തിൽ എല്ലാവരോടും എനിക്ക് നന്ദിയുണ്ട്. എന്നെ സഹമിത്രാനായി നിയോഗിച്ച നമ്മുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയ്ക്ക് ആദരവോടെ ഞാൻ നന്ദി പറയുന്നു. നമ്മുടെ അപ്പസ്തോലിക് നൻഷ്യോ ആർച്ച് ബിഷപ്പ് ഹിസ് ഗ്രേസ് ലിയോപോൾഡോ ജെറേലി എന്നെ വിളിച്ച് നിയമനം അറിയിക്കുക വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തതിനും പ്രാർത്ഥന ആശംസകൾ നൽകുകയും ചെയ്തതിന് ഞാൻ നന്ദി പറയുന്നു. എന്നെ പ്രോത്സാഹിപ്പിക്കുകയും വളർത്തുകയും ചെയ്ത എൻ്റെ ഗുരുഭൂതൻ, തിരുവനന്തപുരം അതിരൂപത അധ്യക്ഷനായിരുന്ന അഭിവന്യ സുസഭാഗ്യം മെത്രാപ്പോലീത്തയ്ക്ക് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിനും കരുതലിനും പ്രാർത്ഥനയ്ക്കും ആശംസയ്ക്കും സ്നേഹപൂർവ്വം ഞാൻ നന്ദി അർപ്പിക്കുന്നു. തിരുവനന്തപുരം ആർച്ച് ബിഷപ്പ്
റവറൻ ഡോക്ടർ തോമസ് നെറ്റോ മെത്രാപ്പോലീത്തയുടെ സാന്നിധ്യത്തിനും പ്രാർത്ഥനയ്ക്കും പ്രത്യേകം നന്ദി പറയേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ ആശംസ സെമിനാരിയിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അപ്പോഴെല്ലാം കേൾക്കുവാൻ സാധിച്ചിരുന്ന വാക്കുകൾ എപ്പോഴും സ്നേഹത്തോടെയുള്ള അദ്ദേഹത്തിൻ്റെ സംഭാഷണമെല്ലാം ശ്രവിക്കാൻ സാധിച്ചു. ആശംസയ്ക്കും പ്രാർത്ഥനയ്ക്കും പിതാവിന് ഞാൻ സ്നേഹത്തോടെ നന്ദി പറയുന്നു. നമ്മുടെ പിതാവ് വിവിധ ശുശ്രൂഷ മേഖലകളിൽ പ്രവർത്തിക്കാൻ എനിക്ക് അവസരം നൽകി. എന്നെ പ്രോത്സാഹിപ്പിക്കുകയും വളർത്തുകയും ചെയ്ത പിതാവ് നിയമനത്തെക്കുറിച്ച് ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചത് മുതൽ എനിക്ക് നിർദ്ദേശം നൽകുകയും ഔദ്യോഗിക പ്രഖ്യാപനത്തിന് നടപടിക്രമങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്ത അഭിനന്ദ വിൻസെൻ്റ് സാമുവൽ പിതാവിന് എല്ലാവരുടെയും പേർക്ക് ഞാൻ സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുന്നു.